ഭാര്യാഭർത്തൃ ബന്ധത്തെ ദൃഢപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമാകുന്നു അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധപ്പെടലുകൾ. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്നു. സ്തോത്രത്തോടെ അനുഭവിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമാകും. അതിരുകടന്ന ബന്ധപ്പെടലുകളും അനാവശ്യ കുറ്റബോധങ്ങളും അസ്ഥാനത്താണ്. ജീവസന്ദേശത്തിൻ്റെ പഠനത്തിനായി ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. മനുഷ്യപുത്രന്മാരോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ വലിയ ആശ്ചര്യം ഉളവാക്കുന്ന രീതിയിലുള്ളതാകുന്നു. തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോടുകൂടെ കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ദൈവപുത്രനെ ദൈവവചനത്തിലുടനീളം നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയിട്ടും അവരെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കുന്നു. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണമെന്ന് അവിടുന്ന് കൽപ്പിച്ചു. കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിനെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നു. താൻ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച തൻ്റെ കാന്തയിൽ സന്തോഷിക്കുന്ന കാന്തനെയാകുന്നു ഉത്തമഗീതം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ഉത്തമഗീതം 3-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. പ്രിയനെക്കുറിച്ച് പ്രിയയുടെ വിവരണമാകുന്നു 3-ാം അധ്യായത്തിൽ നാം കണ്ടത്. ഇനിയും 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രിയൻ്റെ പ്രേമഗീതമാകുന്നു നാം കാണുന്നത്. ഈ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമൊഴികെ ബാക്കി ഭാഗം മുഴുവനും പ്രിയൻ്റെ ഗാനമാണ്. ഈ പെൺകുട്ടിയോട് ശലോമോൻ ഉണ്ടായിരുന്ന സ്നേഹം ഇത് വെളിപ്പെടുത്തുന്നു. അവൻ അവളെ കുന്നിൻ പ്രദേശത്ത് വെച്ച് കണ്ടുമുട്ടുകയും നഗരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ അവൾ മനോഹരമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിരിക്കുന്നു. രാജകൊട്ടാരത്തിന് ചേരുന്ന, രാജകുമാരികൾക്ക് ചേരുന്ന വസ്ത്രം. ഇതിനു മുമ്പ് ഒരുപക്ഷെ അവൾ ഒരിക്കലും ചെരുപ്പ് കണ്ടിട്ടുണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ ഇപ്പോൾ അവൾ അതിമനോഹരമായൊരു ചെരുപ്പിട്ടിരിക്കുന്നു. അവൾ ശലോമോൻ്റെ മേശയിങ്കിൽ ഇരിക്കുന്നു. അവൾക്ക് എത്ര വലിയ പദവിയാണ് ലഭിച്ചത്. അവൾ അതിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. ഉത്തമഗീതം 4-ാം അധ്യായം നാം വായിക്കുമ്പോൾ ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹത്തെ കാണിക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ശ്രമിക്കുന്നത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മനോഹരവും വ്യക്തിപരവുമായ ബന്ധത്തിൽ കൂടി അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. സഭയോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ഒരു ക്രിസ്തു വിശ്വാസിയോടുള്ള അവൻ്റെ സ്നേഹത്തെയും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മണവാളൻ്റെ പ്രേമഗാനമാണ്, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹഗീതം. എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല എന്ന് അവൻ പറയുമ്പോൾ അവനത് സഭയെക്കുറിച്ചാണ് പറയുന്നത് എന്ന കാര്യം വ്യക്തമത്രേ. ക്രിസ്തു സഭയെക്കുറിച്ചും ഓരോ ക്രിസ്തു വിശ്വാസിയെക്കുറിച്ചും പറയുന്നത് ഇതാണ്: നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. അവിടുന്ന് എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നു. അതിൻ്റെ അർത്ഥം നാം പൂർണ്ണരായി അല്ലെങ്കിൽ പൂർണ്ണരായിരിക്കുന്നു എന്നാണോ? ഒരിക്കലുമല്ല. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും
അവൻ നമ്മെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചിരിക്കുകയാണ്. അവൻ്റെ പരമയാഗത്തിൽ നമുക്ക് പാപമോചനമുണ്ട്. അതുകൊണ്ട് നമുക്കെതിരായി യാതൊരു കുറ്റവും പറയുവാനില്ല. എത്ര വലിയ പദവിയാകുന്നു! അവൻ നമ്മെ വചനത്താൽ വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എഫെസ്യ ലേഖനം 5:27 ഞാൻ വായിച്ചത്. സഭയെ കറയും ചുളുക്കവും ഇല്ലാത്തവളാക്കി തീർക്കുന്നത് ക്രിസ്തുവാണ്. നാം ക്രിസ്തുവിൽ കാണപ്പെടുന്നു. ഇപ്പോൾ അവൻ സഭയെ നോക്കിക്കൊണ്ട്, എൻ്റെ പ്രിയേ, നീ സുന്ദരി തന്നെ, നിന്നിൽ യാതൊരു ഊനവും ഇല്ല എന്ന് പറയുവാൻ കഴിയണം. കാരണം അവൻ സഭയിൽ നിന്നും ഓരോ വിശ്വാസിയിൽ നിന്നും എല്ലാ കറയും ചുളുക്കവും മാറ്റിക്കളഞ്ഞിരിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് വന്ന് അതിൽ നിന്നും ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ പ്രിയേ, നീ സുന്ദരി തന്നെ, നിൻ്റെ മൂടുപടത്തിന് നടുവേ നിൻ്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെ ഇരിക്കുന്നു, നിൻ്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. ഇവിടെ നമുക്ക് ഈ പെൺകുട്ടിയെക്കുറിച്ച്, ശൂലേംകാരിയെക്കുറിച്ച് അല്പമായ ഒരു വിവരണം ലഭിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ അവളുടെ ശരീര അവയവങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. വിവാഹം എന്നാൽ ലൈംഗികമായി ബന്ധപ്പെടുവാൻ ലഭിക്കുന്ന ലൈസൻസ് മാത്രമാണെന്ന് കരുതുന്ന താണ ചിന്താഗതി എല്ലാ സമൂഹങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് ഈ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതോ ഒരു വല്ലായ്മ പലരുടെയും മുഖത്ത് അനുഭവപ്പെടുന്നത്. കണ്ടിട്ടില്ലേ? അതേസമയം തന്നെ ലൈംഗികത്വത്തിന് യാതൊരു സ്ഥാനവും നൽകാത്ത ചിന്താഗതിയുമുണ്ട്. വിവാഹമെന്നാൽ ഉന്നതവും വിശുദ്ധവുമായ ഒരു അവസ്ഥയാണ്. അതിൽ ലൈംഗികത്വത്തിന് യാതൊരു പ്രാധാന്യവും നൽകരുതെന്ന പഠിപ്പീര് വളരെയേറെ കുറ്റബോധത്തോടെയാണ് പലരും കാണുന്നത്. ഈ രണ്ടാമത്തെ കൂട്ടർ ജീവിക്കുന്നത് തന്നെ ഈ പഠിപ്പീര് കൊണ്ടാണ്. മുകളിൽ പറഞ്ഞ 2 ചിന്താഗതികളും തെറ്റാണ്. ലൈംഗികത്വത്തിന് മാത്രം പ്രാധാന്യം നൽകിയുള്ള വിവാഹ ജീവിതത്തിൻ്റെ ബന്ധമെന്ന് പറയുന്നത് മൃഗങ്ങൾ ബന്ധപ്പെടുന്നത് പോലെ മാത്രമാണ്. അത് വിവരിക്കേണ്ടതില്ലല്ലോ. യഥാർത്ഥ വിവാഹബന്ധം ഈ 2 കാഴ്ചപ്പാടുകളുടെ മധ്യത്തിലാണ്. ഒരു സമതുലിത ആവശ്യമാണ്. ഒന്നിനും അമിത പ്രാധാന്യം നൽകുവാൻ പാടില്ല എന്ന് ചുരുക്കം. ഇനി 4-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നിന്റെ പല്ല് രോമം കത്തിരിച്ചിട്ട് കുളിച്ച് കയറി വരുന്ന ആടുകളെപ്പോലെ ഇരിക്കുന്നു, അവയിലൊന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നിന്റെ അധരം കടും ചുവപ്പ് നൂൽ പോലെയും നിന്റെ വായ മനോഹരവും ആകുന്നു. നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ ഉള്ളിൽ മാതളപ്പഴത്തിൻ ഖണ്ഡം പോലെ ഇരിക്കുന്നു. ഈ വിധത്തിലാണ് മണവാളൻ മണവാട്ടിയെ കാണുന്നത്. ഓരോ യുവാവും ഇതുപോലെ തന്നെ ആയിരിക്കും തൻ്റെ മണവാട്ടിയെ കണ്ടിരുന്നത്. അത് എന്നും അങ്ങനെ കാണണം എന്നത്രേ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. കാരണം എങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം ഏറ്റവും ആനന്ദകരമാകൂ. കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുക മാത്രമല്ല, അവൻ നമ്മെ അറിയുകയും ചെയ്യുന്നു എന്ന വസ്തുതയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അവൻ്റെ അടുത്ത് പോയി സകലവും അവനോട് തുറന്നു പറയുവാൻ കഴിയും എന്നർത്ഥം. മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ഹൃദയത്തിലുള്ളതൊക്കെയും അവനോട് നമുക്ക് തുറന്നു പറയുവാൻ കഴിയും. അവിടുത്തെ സന്നിധിയിൽ മറക്കേണ്ടതായി യാതൊന്നുമില്ല. നമ്മുടെ ബലഹീനതകളെല്ലാം അവനോട് പറയാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് അവനോട് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലുമുള്ള സകല കാര്യങ്ങളും നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനോട് തുറന്നു പറയുവാൻ സാധിക്കും. ആ വിധത്തിലാണ് അവയെ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ അവയവങ്ങളും അവൻ അറിയുന്നു എന്ന് ചുരുക്കം. അതെ, നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് നമുക്കവനോട് പറയാം.
നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് അവനോട് പറയാം. അതൊന്നും മനുഷ്യരോട് പറയുവാൻ സാധിക്കില്ല. ആരോട് കുമ്പസാരിച്ചാലും ഒരു വിശേഷവുമില്ല. അവർ അതൊക്കെ അറിഞ്ഞാൽ പിന്നെ നമ്മെ സ്നേഹിക്കില്ല, അംഗീകരിക്കുകയുമില്ല. അവർ നമുക്കെതിരായി തീരും. പിന്നെ നല്ലത് ചെയ്താൽ പോലും നമ്മെ അംഗീകരിക്കുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ സകലവും തുറന്നു പറയുക. അതേ സുഹൃത്തെ, താങ്കൾക്ക് അപകർഷതാബോധമുണ്ടോ? അതെ, മറ്റുള്ളവരുടെ മുൻപിൽ താണ ഒരു വ്യക്തിയാകുന്നു എന്ന് തോന്നുന്ന അവസ്ഥ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കർത്താവിനോട് തുറന്നു പറയുക. അവന് മാത്രമേ അങ്ങനൊരവസ്ഥയിൽ നിന്ന് താങ്കളെ രക്ഷിപ്പാൻ കഴിയൂ. അവിടുന്നാണ് അതിൻ്റെ ഉത്തരം. മനഃശാസ്ത്രജ്ഞന്മാർ അത് നീക്കുവാൻ ശ്രമിക്കുന്നു. ഫലമോ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രമാണ് അതിൻ്റെ പരിഹാരം. അതെ, ലോകത്തിൻ്റെ ഒരു മനുഷ്യനും ഈ കാര്യത്തിൽ യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തിൽ ഒരു മനുഷ്യരോടും പറയുവാൻ കഴിയാത്ത ബലഹീനതകൾ താങ്കൾക്ക് ദൈവത്തോട് തുറന്നു പറയാവുന്നതാണ്. അവൻ നമ്മുടെ സകല കാര്യങ്ങളും അറിയാവുന്ന ദൈവമാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള സ്ഥാനം ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. അവിടേക്കാണ് ജനം തങ്ങളുടെ പ്രശ്നങ്ങളുമായി കടന്നു ചെല്ലേണ്ടത്. നാം കർത്താവിലേക്ക് വരുന്നത് വരെ നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും എന്ന് വിശുദ്ധ അഗസ്തിനോസ് പറഞ്ഞത് ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന്. അതെ, അവനിൽ നമുക്ക് ശക്തി കണ്ടെത്തുവാൻ കഴിയും, അല്ലെങ്കിൽ പ്രാപ്തി കണ്ടെത്തുവാൻ സാധിക്കും. അത് നിങ്ങളെ അഹങ്കാരത്തിൽ നിന്നും വിമുക്തമാക്കുവാൻ സഹായിക്കുന്നതാണ്. സകല മാനവും മഹത്വവും കർത്താവിന് കൊടുക്കുവാൻ അത് നമ്മെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉപേക്ഷിക്കണമെന്ന് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു തെറ്റായ പരിചയം, ശീലം ജീവിതത്തിലുണ്ടോ? വളരെ നാളായി അതിനുവേണ്ടി ശ്രമിക്കുന്നു. മദ്യപാനമാകാം, മയക്കുമരുന്നുകളാകാം, മുൻകോപമാകാം, വിചാരപ്പെടലുകളാകാം. വളരെ ആത്മാർത്ഥമായി നിങ്ങൾ ഒരുപക്ഷെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടാകും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഒരുപക്ഷെ ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. മറ്റാർക്കും അറിയുവാൻ സാധിക്കാത്ത ചില പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടാകാം. ഞാൻ പറയട്ടെ, വിജയിക്കുവാൻ ഒരേ മാർഗമുള്ളൂ. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലൂ. അവനോട് ആ കാര്യം ഏറ്റുപറയൂ. ഒരുപക്ഷെ കള്ളം പറയുന്ന സ്വഭാവമായിരിക്കും നിങ്ങളുടെ പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കോപിക്കുന്ന സ്വഭാവമായിരിക്കും. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലൂ. അവനോട് കാര്യം തുറന്നു പറയൂ. അവിടുന്ന് കരുണാസമ്പന്നനാണ്. അവൻ്റെ പക്കൽ കരുണയും ദയയും ധാരാളമുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പരാജയമടഞ്ഞാലും വീണ്ടും വീണ്ടും അനുതാപത്തോടെ അവൻ്റെ അടുത്തേക്ക് പോയി എന്താണ് സംഭവിക്കുന്നത് എന്ന് അവനോട് തുറന്നു പറയുമ്പോൾ അവൻ എന്നെ അംഗീകരിക്കുന്നു. അവിടുന്ന് വിജയം തരുവാൻ മതിയായവനാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവിടുന്ന് വിജയം തന്നു. ദൈവം തൻ്റെ അത്ഭുതങ്ങൾ വളരെ നിഗൂഢമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെയോ നിങ്ങളുടെയോ നിയമം അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. മനുഷ്യർ വച്ചിരിക്കുന്ന ഏതെങ്കിലും മാന്ത്രിക വിദ്യയിൽ കൂടി അവൻ പ്രവർത്തിക്കുന്നില്ല സുഹൃത്തേ. അവൻ പ്രവർത്തിക്കുന്നത് അവൻ്റെ വഴികളിലൂടെയാണ്. തൻ്റെ സമയത്ത് തൻ്റേതായ രീതിയിൽ അവൻ പ്രവർത്തിക്കുന്നു. അവൻ നമ്മെ വ്യക്തിപരമായി അടുത്തറിയുന്ന ദൈവമാകുന്നു. ഈ കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അവൻ അറിയുന്നു. അവൻ്റെ അടുത്ത് പോയി സകലവും തുറന്നു പറയുവാൻ നാം ഒരിക്കലും മടിക്കരുത്. കാരണം അവിടുന്ന് നമ്മെ മുഴുവനായി അറിയുന്ന ദൈവമാണ്. അവൻ്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, വെയിലാറി നിഴൽ കാണാതെയാകുവോളം ഞാൻ മൂറിൻ മലയിലും
കുന്തിരുക്കക്കുന്നിലും ചെന്നിരിക്കാം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നാം പോകേണ്ട സ്ഥലം ഈ പറഞ്ഞതാണ്, മൂറിൻ മല. എന്താണ് ഈ മൂറിൻ മല? ഇത് ക്രിസ്തുവിൻ്റെ ക്രൂശിനെ സൂചിപ്പിക്കുന്നതാണ്. കാരണം മൂർ അവൻ്റെ മരണത്തെ കുറിക്കുന്നു. അവിടെ താങ്കൾക്ക് ആശ്വാസവും രക്ഷയും സഹായവും പ്രത്യാശയും കണ്ടെത്തുവാൻ കഴിയും. അതെ, അവൻ്റെ മരണസ്ഥാനം. കുന്തിരുക്കക്കുന്ന് അത് ക്രിസ്തുവിൻ്റെ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് അവൻ്റെ ഭൂമിയിലെ ജീവിതം മാത്രമല്ല സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ക്രിസ്തുവിനെ അറിയുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയപ്പോൾ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ദൈവവചനത്തിലുള്ള അജ്ഞത മനുഷ്യരെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണുവാനായി മറുവഴികളിലേക്ക് തിരിക്കുന്നു. അവിടെയും ഇവിടെയൊക്കെ അലഞ്ഞു തിരിയുകയാണ് പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് ഈ പറഞ്ഞ വഴികളിലേക്ക് പോകേണ്ടതില്ല. അരുതാത്ത വഴികളിലേക്ക് കൊണ്ടുപോയി പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു കൊടുക്കുവാൻ ആർക്കും അങ്ങനെ ഉള്ളവരെ കൊണ്ട് സാധിക്കില്ല. ഇത് ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് കേട്ടുകേൾവി മാത്രമാണ് പലർക്കും. അവർക്ക് സ്വയമായി അറിയില്ല. അതുകൊണ്ട് ഈ അജ്ഞത വളരെ മോശപ്പെട്ടതായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നു. അവിടെയും ഇവിടെയും ഒക്കെ പോയുള്ള ഈ പണം കളയുക, ആരോഗ്യം കളയുക, സമയം കളയുക, പ്രശ്നത്തിൻ്റെ പരിഹാരം തേടിയുള്ള ഓട്ടം നാം കാണുമ്പോൾ വാസ്തവത്തിൽ ദുഃഖം തോന്നുമല്ലേ? ഈ പരിഹാരം വീട്ടിലിരുന്ന് സ്വയം പ്രാപിക്കാവുന്നതാകുന്നു എന്ന കാര്യം ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കി കൊടുക്കുവാനോ മനസ്സിലാക്കുവാനോ ആരും ഇല്ല, അല്ലെങ്കിൽ അതിന് സാധിച്ചിട്ടില്ല. ദൈവവചനത്തോടുള്ള അജ്ഞത, ദൈവവചനത്തിലുള്ള അജ്ഞത മനുഷ്യരെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണുവാനായി ലോകമെല്ലാം ഇട്ടോടിക്കുകയാണ്, വട്ടം കറക്കുകയാണ്. അതിൻ്റെ ഫലമായി അവർ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരുടെ അടുത്തും അവരുടെ അജ്ഞതയെ മുതലെടുക്കുന്നവരുടെ അടുത്തും പോകുവാൻ നിർബന്ധിതരാകുന്നു. എന്തുമാത്രം പണമാകുന്നു പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ളവർ പിടിച്ചു പറിക്കുന്നത്. ഈ കാര്യത്തിൽ അവരുടെ അജ്ഞതയെ, അവരുടെ ഈ ബലഹീനതയെ മുതലെടുക്കുന്നവർ എത്രയോ കൂടുതലാകുന്നു. ദൈവവചനത്തിൽ കൂടിയാണ് നാം യേശുക്രിസ്തുവിനെ പരിചയപ്പെടുകയും അവനോടുകൂടെ വിരുന്ന് മേശയിലിരിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നത്. അവിടെ അവനോടുകൂടെ നമുക്ക് വിരുന്ന് കഴിക്കുകയും അവനിൽ സംതൃപ്തിയും ആനന്ദവും കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യും. അവിടുന്ന് വാസ്തവത്തിൽ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്ന കാര്യം ഞാനും നിങ്ങളും ശരിയായി മനസ്സിലാക്കുന്നില്ല. അവൻ പറഞ്ഞത് തന്നെ ശ്രദ്ധിക്കുക. 9-10 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 9-10. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നിൻ്റെ പ്രേമം എത്ര മനോഹരം! വീഞ്ഞിനേക്കാൾ നിൻ്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാൾ നിൻ്റെ തൈലത്തിൻ്റെ പരിമളവും എത്ര രസകരം. മണവാളൻ മണവാട്ടിയെക്കുറിച്ച് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തമായ വിശ്വാസികളെക്കുറിച്ച്, തൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നതിൻ്റെ സാദൃശ്യമാണ്. അവിടുന്ന് നമ്മെ ഇത്രമാത്രം ഇന്നും സ്നേഹിക്കുന്നു. അതേ പ്രിയ സുഹൃത്തെ, ക്രിസ്തു താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ താങ്കൾക്ക് ഇടയായിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ഈ സ്നേഹം നമുക്ക് യാഥാർത്ഥ്യമാക്കി തരുവാൻ കഴിയുകയുള്ളൂ. ഈ സ്നേഹം താങ്കൾ അനുഭവമാക്കിയിട്ടുണ്ടോ? അതെ, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് താങ്കൾ ഈ സമയം ബോധവാനാണോ, ബോധവതിയാണോ? പ്രിയ സഹോദര, പ്രിയ സഹോദരി,
അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവനുമായി സ്നേഹബന്ധത്തിലായത് അവനുമായിട്ടുള്ള ആ സ്നേഹബന്ധം കെട്ടിപ്പടുക്കുവാനായിട്ടാണ്. 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ഇവിടെയാണ് മണവാട്ടി സംസാരിക്കുന്നതായി നാം കാണുന്നത്. വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്ന് അതിനെ വിശിഷ്ടഫലം ഭുജിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാളിക മുറിയിൽ വെച്ച് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ പഠിപ്പിച്ചു എന്ന് നോക്കുക. 14-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ വീണ്ടും വീണ്ടും അവനോട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പല ചോദ്യങ്ങൾ ചോദിച്ച് അവർ അവൻ്റെ സംസാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് തോന്നും. അവസാനമായി അവനോട് ചോദിച്ചത് യൂദ ആയിരുന്നു. അവനെന്താണ് കർത്താവിനോട് ചോദിച്ചത്? 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇസ്കരിയോത്താവല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, കർത്താവേ, ഇവിടെ ഇരിക്കുന്നത് വളരെ നല്ലത് തന്നെ. നിന്നെക്കുറിച്ചുള്ള മനോഹരമായ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. എന്നാൽ പുറത്ത് ലോകത്തിൻ്റെ കാര്യമോ? ഇതാണ് അവൻ ചോദിച്ചത്. ഇപ്പോൾ മണവാട്ടിയാണ് പറയുന്നത്, വടക്കൻ കാറ്റെ ഉണരുക. വടക്കൻ കാറ്റ് തണുപ്പ് കാറ്റാണ്. അത് തണുപ്പ് കൊണ്ട് അവളെ വിറയ്ക്കുന്നതായ ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ അവൾ പറയുന്നു വടക്കൻ കാറ്റെ ഉണരുക എന്ന്. ഈ പരിമളം മറ്റുള്ളവരിലേക്ക് വീശി അവരും അതിൻ്റെ സൗരഭ്യം അനുഭവിക്കണം എന്നതാണ് അവളുടെ താല്പര്യം. അവളായിരിക്കണം എന്ന് മണവാളൻ ആഗ്രഹിക്കുന്നതെല്ലാം ആയിത്തീരുവാനുള്ള മണവാട്ടിയുടെ അടങ്ങാത്ത വാഞ്ച നാം ഇവിടെ കാണുന്നു. വടക്കൻ കാറ്റെന്നാൽ അസ്ഥികൾ തുളച്ചു കയറുന്ന കൊടും തണുപ്പുള്ള കാറ്റാണ്. ആ കാറ്റ് വീശുന്ന അനുഭവം ഭയങ്കരമാണ്. തണുപ്പ് കാലത്തെ ആ കാറ്റിൽ നിന്നും രക്ഷപ്പെടുവാൻ അവളും ശ്രമിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ശരിയായ ഫലമുണ്ടാകണമെങ്കിൽ തണുത്ത കാറ്റും ചൂടുകാറ്റും ആവശ്യമാകുന്നു. ഈ ആപ്പിൾ പോലെ ചില പഴങ്ങൾ ശരിക്കും മധുരമുള്ളതാകുന്നത് തണുപ്പിൻ്റെ കാഠിന്യം കൊണ്ടാകുന്നു എന്ന് കൃഷിക്കാർ പറയാറുണ്ട്. ജീവിതം ഫലപ്രദമാകണമെങ്കിൽ ശീതകാലവും ഉഷ്ണകാലവും വടക്കൻ കാറ്റും തെക്കൻ കാറ്റും ഒരുപോലെ ആവശ്യമാകുന്നു. നമ്മെ തണുത്ത് വിറപ്പിക്കുന്ന നീതിയുടെ ഫലങ്ങൾ ഉളവാക്കുന്ന അനുഭവങ്ങളായി തീരാം ഈ പറഞ്ഞതൊക്കെ. ജീവിതത്തിൽ സർവവും ലളിതവും മനോഹരവും ആയാസരഹിതവും ആയിരുന്നാൽ അതിൽ ദൈവത്തിന് സന്തോഷിക്കുവാനായി വളരെ കുറച്ചേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് വടക്കൻ കാറ്റും തെക്കൻ കാറ്റും ഒരുപോലെ നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ മടുത്തു പോകേണ്ട കാര്യമില്ല. ദൈവം നമ്മെ ഒരുക്കുകയാണ്. അവന് പ്രയോജനമുള്ളവരായി തീരുവാൻ അവൻ നമ്മെ തയ്യാർ ചെയ്യുകയാണ്. ഇതുപോലെയുള്ളൊരു ജീവിതത്തെയാണ് ലോകത്തെ നേടുവാനായി ദൈവം ഉപയോഗിക്കുന്നത്. അവിടുന്ന് ലോകത്തെ മറന്നു കളഞ്ഞിട്ടില്ല. കാന്ത തൻ്റെ കാന്തനോട് പറയുന്നു, എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്നു അതിലെ വിശിഷ്ടഫലം ഭുജിക്കട്ടെ എന്ന്. അവൻ സ്വീകരിക്കുന്ന ഒരു ക്ഷണമാണിത്. മാളികമുറിയിൽ വെച്ച് ആ ചോദിച്ച ചോദ്യം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ആ സാന്നിധ്യം ആസ്വദിക്കുവാൻ അനുഭവിക്കുവാൻ സാധിക്കൂ. അവനോടുള്ള സ്നേഹം അത് നമുക്ക് ആസ്വദിക്കുവാൻ കഴിയണം. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ആ സ്നേഹത്തിൻ്റെ ആധിക്യത്തിലാകുന്നുവോ മുൻപോട്ട് പോകുന്നത്? അതോ താൽക്കാലികമായ ഏതെങ്കിലും ലാഭത്തിനു വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു എന്ന പ്രവണതയാണോ?
ഒരു നിമിഷം ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്ന് സ്വയപരിശോധന ചെയ്താട്ടെ. ഈ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള സ്നേഹ സംസാരങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ ഒരു വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, ജീവിതം ധന്യമാകും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കുമാറാണ്. ശോഭാപരിപൂർണയായ അംഗപ്രത്യംഗം തേജസ്സുള്ള സഭയാകുന്നു ദൈവസന്നിധിയിൽ പ്രത്യക്ഷമാകുവാൻ പോകുന്നത്. ക്രിസ്തുവിൻ്റെ സഭയെ സൗന്ദര്യമുള്ളതും പ്രയോജനമുള്ളതും ആക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്നു. ആത്മാവിൻ്റെ ഫലമാകുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകകളാൽ നിറയപ്പെട്ട സഭ ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചവരാകുന്നു ഈ കൂട്ടർ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്ന സഭയുടെ ഭാഗമായി തീരുവാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതിന് ദൈവം തങ്ങളെ സഹായിക്കട്ടെ.